അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്ര വിജയശങ്കറോട് ചോദിക്കേണ്ടത് അർച്ചനെ ഇപ്പോൾ കാണാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ കാണാറില്ല, അവൾ വരുമോ പോവേ എന്തോ ചെയ്യോട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് നോക്കാറേ ഇല്ല എന്ന് പറയാൻ കേട്ടോ. ശരിക്കാണോ വിജയേട്ടൻ കാണാറേ ഇല്ല? ഞാൻ കോടതി വെച്ചിട്ട് എപ്പോഴെങ്കിലും കാണാറുണ്ട്, അവിടെ എവിടെ ഇരിക്കാറുണ്ടാവും, അത് കാണും പറയും. അപ്പോൾ വിജയേട്ടൻ നോക്കുന്നത് കാരണമല്ലേ കണ്ടത് എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കട്ടെ. അവിടെ പല ആൾക്കാരും ഉണ്ടാകുമല്ലോ, അവരെ നോക്കണ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ അർച്ചനയെ കാണുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ ഈ മനുഷ്യന് എത്ര തരം ഇങ്ങനെ കള്ളത്തരം പറയണത് എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം എന്താ ചന്ദ്രൻ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുക. അല്ല ഞാൻ വിജയേട്ടന് അർച്ചനയോടുള്ള പകയുടെ കാര്യം ആലോചിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ, എനിക്ക് അവളോട് തീരാത്ത പകയാണ്, അവളെ എങ്ങനെയും തറവട്ടിക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ലാലി ഇങ്ങനെ വിചാരിക്കണം, ഓ ഈ മനുഷ്യൻ എന്തെല്ലാം ഒരു കള്ളത്തരമാണ് ചെയ്യുന്നത്. ചന്ദ്ര മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, അവിടെ നിന്ന് കണ്ടതും സംസാരിച്ചതും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ചന്ദ്ര അതൊന്നും പറയില്ല കേട്ടോ. പിന്നീട് വിജയശങ്കർ ചോദിക്കില്ല ലാലിയുടെ അടുത്ത്, എന്താ വന്നത്, വല്ല കേസിൻ്റെ കാര്യത്തിനാണോ വന്നത് ചോദിക്കുമ്പോൾ, അയ്യേ കേസിൻ്റെ കാര്യത്തിനൊന്നും അല്ല വന്നത്, വിജയേട്ടൻ ഫോൺ എടുത്തതാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മുകുന്ദനെ ഇന്നല്ലേ അറസ്റ്റ് ചെയ്യണത് എന്ന് ചോദിക്കുക. അതേ മുകുന്ദനെ എന്നാണ് അറസ്റ്റ് ചെയ്യണം, അവൻ്റെ ജാമ്യം കഴിഞ്ഞു, പക്ഷേ അവൻ്റെ അനിയനാണല്ലോ അറസ്റ്റ് ചെയ്യാൻ പോണത്, അതുകൊണ്ട് ഇനി അത് മാറ്റി വയ്ക്കുമോ എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ പറയുന്നത്, ഇല്ല ഒരിക്കലും മാറ്റില്ല, കാരണം SP വിളിച്ചിട്ട് അച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഒരു മനസ്സുഖമൊക്കെ വരികയാണ് കേട്ടോ. എന്തായാലും ശരി വിജയേട്ട, അവനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം, കാരണം എൻ്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർ യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പുറത്തെത്തിയ ലാലി പറയും, അയ്യോ നിൻ്റെ ഭർത്താവിന് സമ്മതിക്കണം കേട്ടോ, അങ്ങേര് എന്തെല്ലാം ഒരു നുണയാണ് പറയുന്നത്, നീ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിച്ചു, അങ്ങനെ 2 തോണിയിലാണ് കാലിട്ടിരിക്കുന്നത്, അത് നീ ഓർമ്മയോടെ ഇരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാനെല്ലാം അറിയുന്നുണ്ട്, പക്ഷേ ഒരു സമയമാകുമ്പോൾ ഞാൻ എന്തായാലും അതിൽ ക്ലിപ്പിടും, അത് ഉറപ്പായ കാര്യമാണ് പറയും. വിജയേട്ടൻ എന്നെയും കുഞ്ഞിനെയും ചതിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വിജയേട്ടൻ്റെ ജീവിതം തന്നെ നാശമാവും, കാരണം അയാളുടെ വക്കീൽ പണി അടക്കം പോകും. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ റൂമിനകത്ത് പൂട്ടിയിടും, പിന്നെ അയാൾ ഒരു വക്കീൽ പണിയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. എന്തായാലും ശരി അയാളങ്ങനെ പോട്ടെ, ഞാൻ എന്തായാലും പിടിക്കാനുള്ള അവിടെ എത്തുമ്പോൾ ഞാൻ പിടിക്കും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ ലാലിനോട് ചന്ദ്ര പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അച്ഛനൊന്ന് കാണണം പറഞ്ഞിട്ട് പോവുകയാണ്. അവിടെ പോയി കഴിയുമ്പോൾ അച്ചു അവിടെ ഉണ്ടായില്ല, പക്ഷേ അവിടുത്തെ പോലീസുകാരൊക്കെ അച്ഛനെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുക കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാകും, കാരണം തൻ്റെ അനിയനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് അർച്ചന നിൽക്കും കേട്ടോ. അതേസമയം അപ്പം തന്നെ അച്ചു പോലീസ് ജീപ്പിൽ വരികയാണ് കേട്ടോ. ഒരു പ്രതി ഉണ്ടാകും. അച്ചു ഇറങ്ങിയതും ഒരേ അടിയടിക്കുകയാണ് കേട്ടോ. അടിയടിച്ചതിന് ശേഷം അയാളെ അർച്ചനയൊന്നും കാണുന്നില്ല, അടിച്ച് തന്നെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അവിടെ നിന്നിട്ടും പിന്നെയും അടിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞിട്ട് ഇന്നാ പ്രതിയുടെ കഷ്ടകാലമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അടിക്കുമ്പോൾ അർച്ചന പോയിട്ട് അച്ചു എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും അർച്ചനയെ അച്ചു കാണുന്നത് കേട്ടോ. എടാ നീ എന്താ ചെയ്യുന്നത്, നീ എന്താ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു പ്രതിയാണെങ്കിലും അതിനൊരു കാര്യമുണ്ട്, നീ എന്താ ചെയ്യണം, ഇങ്ങനെ അടിക്കാൻ പാടില്ല മോനെ, നീ ഇങ്ങനെയാണോ, നീ ഇങ്ങനെ ഒരു മനുഷ്യനല്ലാതായി തീർന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അച്ചുവിനെ വഴക്ക് പറയാൻ കേട്ടോ. ഞാനൊരു പോലീസുകാരനെ തല്ലി എന്നുള്ള ചീത്തപ്പേര് എനിക്ക് ഉണ്ടാക്കരുത്, നീ നിർത്ത്, അയാളെ തല്ലരുത് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതി പറയും, മേഡം ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ഭാര്യ ഒരേ അടിയടിച്ചു, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് വീണ്ടും അയാളോട് സഹതാപം വരികയാണ്. എന്താ അച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ, പണ്ടൊരു ദിലീപ് ഇവിടെ പോലീസുകാരനുണ്ടായിരുന്നില്ലേ, അയാളെപ്പോലത്തെ സ്വഭാവം ആകണ്ട, നീ നല്ലൊരു മനുഷ്യരാകണം, നിന്നെ അങ്ങനെയാണല്ലോ ഞാൻ പഠിപ്പിച്ച് വിട്ടാക്കിയത്, നീ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയും, ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാണ് അയാളുടെ കാര്യം, അയാളുടെ നിറവയറുള്ള ഗർഭിണിയെ തല്ലിയിട്ട് വയസ്സായ മാതാപിതാക്കളും ഉണ്ടായിരുന്നു, അവരെയൊക്കെ തല്ലി പുറത്താക്കിയിരിക്കുകയാണ്, പോരാതെ ആ സ്ത്രീയെ വലിച്ചഴിച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കാര്യമാണോ ഓർമ്മിച്ചത്, ചേച്ചി പൂർണ്ണ ഗർഭിണിയായിട്ട് ഞങ്ങളെല്ലാം പുറത്താക്കിയിട്ട് ഇട്ടപ്പോൾ ഒരു ആളും നീതി പോലും കിട്ടിയില്ലല്ലോ, അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീകളും നീതി ലഭിക്കാതെ ഇരിക്കാൻ പാടില്ല, ആ സ്ത്രീ ഇപ്പോൾ ആശുപത്രിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എൻ്റെ മുമ്പിൽ പ്രതികൾ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ സെൻറ്റിമെൻറ്റ്സിനൊന്നും ഇവിടെ വിലയില്ല, ചേച്ചി വന്ന കാര്യം പറയുക എന്ന് പറയണം കേട്ടോ. ചേച്ചി അയാൾക്ക് വേണ്ടി വാദിക്കേണ്ട, ഇത് കോടതിയല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ് എന്ന് പറയണം കേട്ടോ. പറയുന്നുണ്ട് അർച്ചന, ശരിയാണ് പോലീസ് സ്റ്റേഷൻ തന്നെയാണ്, ശരി തന്നെ, നീ നിൻ്റെ ശരിയാണ് ചെയ്യേണ്ടത്, നീ എങ്ങനെ മോനെ ഇങ്ങനെ ഒരു മനുഷ്യനല്ലാതായി തീർന്നത്, ഞാൻ നിന്നെ എങ്ങനെയാണോ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് ചേച്ചി, അതിൽ കൂടുതൽ ചേച്ചി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് ചേച്ചി വരൂ എന്ന് പറഞ്ഞിട്ട്
അച്ചു അർച്ചനയെ വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചേച്ചി എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുകുന്ദൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇത് കണ്ടപ്പോഴെനിക്കൊന്നും പറയാതിരിക്കാനായി. മുകുന്ദൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ SP മാഡം ഓർഡർ ഇട്ടിട്ടുണ്ട്, എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അർച്ചന ആകെ സ്തംഭിച്ച് പോവുകയാണ് കേട്ടോ. എന്താ മോനെ നീ പറയണത്, നീ അവനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുക. എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ എടാ മോനെ 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ മേൽക്കോടതി പോയിട്ട് അവന് ജാമ്യം എടുക്കും, അതുവരെ വേണ്ടുള്ളൂ, നീ അനിയൻ വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം അച്ചു പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ അച്ചു അർച്ചനയോട് പറയുകയാണ് കേട്ടോ. അതേസമയം ചിന്നു വിജയശങ്കറെ വിളിക്കുകയാണ് കേട്ടോ. വിജയശങ്കറിൻ്റെ ചിന്നുവിൻ്റെ ഫോൺ കണ്ടതും വിചാരിക്കും മുകുന്ദൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിക്കുകയാണ് എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം ചിന്നു വിളിക്കുകയാണ്. ചിന്നു വിളിച്ചിട്ട് അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്താ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എൻ്റെ മൂത്ത മാമനെ പോലീസ് ഇന്ന് എന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അച്ചുമാമ, അത് തടയാൻ അച്ഛൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഞാനാണ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, എന്നോട് തന്നെ അവനെ രക്ഷിക്കാനുള്ള കാര്യം ചോദിക്കുക, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടി എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം ചിന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുക. കേൾക്കുന്നുണ്ട് മോളെ, കേൾക്കുന്നുണ്ട് എന്ന് പറയണേ. ചിന്നു എന്നിട്ട് എങ്ങനെയെങ്കിലും മൂത്ത മാമനെ രക്ഷിക്കാൻ അച്ഛനെ കൊണ്ട് കഴിയുമോ എന്നിങ്ങനെ ചിന്നു വിജയശങ്കറിനോട് ചോദിക്കുകയാണ്.